ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമാകുന്ന വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 9, 10, 11, 12 വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 3-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരയണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ദൈവം അവനോട് അരുളി ചെയ്തതെന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുൻപുണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിനക്ക് ശേഷം ഉണ്ടാകുകയും ഇല്ല. ലോകപ്രസിദ്ധനായ ഇസ്രായേലി ചരിത്രകാരൻ യുവാൽ നോവ ഹരാരി, അദ്ദേഹം മനോഹരമായ പുസ്തകങ്ങൾ ആഴമായി പഠിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മനുഷ്യരാശിയെക്കുറിച്ച് മനുഷ്യരാശിയുടെ ഒരു ലഘു ചരിത്രം എഴുതി യുവാൽ നോവ ഹരാരി പുസ്തകമാക്കി. ആ പുസ്തകത്തിൻ്റെ പേര് സാപ്പിയൻസ് എന്നാണ്. സാപ്പിയൻസ് എന്ന പുസ്തകത്തിൻ്റെ അവസാന താളുകളിൽ ഒരു ചെറിയ പിൻകുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പിൻകുറിപ്പിൻ്റെ ഉപസംഹാരം പങ്കിട്ട് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അദ്ദേഹം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വഞ്ചികളിൽ നിന്നും പായ്ക്കപ്പലുകളിലേക്കും ആവിക്കപ്പലുകളിൽ നിന്ന് ശൂന്യാകാശ വാഹനങ്ങളിലേക്കും നമ്മൾ പുരോഗമിച്ചെങ്കിലും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല. എക്കാലത്തെക്കാളും കരുത്തരാണ് നമ്മളിപ്പോൾ. പക്ഷേ ഈ കരുത്തും പ്രതാപവും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് നമുക്ക് വലിയ തിട്ടമില്ല. മനുഷ്യരിന്ന് എന്നത്തെക്കാളും ഉത്തരവാദിത്വ രഹിതരായി മാറുന്നു എന്നത് വഷളായ കാര്യമാണ്. ഭൗതിക നിയമങ്ങളില്ലാതെ മറ്റൊന്നും കൂട്ടിനില്ലാത്ത, ആരോടും വിധേയത്വമില്ലാത്ത സ്വയം സൃഷ്ട ദൈവങ്ങളാണ് നമ്മൾ. നമ്മുടെ സഹജീവികളുടെ മേലും പരിസ്ഥിതിയുടെ മേലും വിനാശം ചൊരിയുന്നവരാണ് നമ്മൾ. സ്വന്തം സുഖത്തിനും വിനോദത്തിനും മാത്രമാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത്. എന്നിട്ടും ഒരിക്കലും സംതൃപ്തി കാണാൻ നമുക്കാവുന്നില്ല. ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ പിൻകുറിപ്പ് അവസാനിക്കുന്നത്. അദ്ദേഹം എഴുതി: അതൃപ്തരും ഉത്തരവാദിത്വരഹിതരും തങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പോലും അറിയാത്തവരുമായ സ്വയം സൃഷ്ട ദൈവങ്ങളെക്കാൾ അപകടകാരികളായി മറ്റാരെങ്കിലും ഉണ്ടോ? ദ വൈസസ്റ്റ് കിങ്, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. ശലോമോൻ എന്ന വാക്കിൻ്റെ അർത്ഥം സമാധാനമുണ്ടാക്കുന്നവൻ, ജ്ഞാനിയായ മനുഷ്യൻ, പരിപൂർണതയും തികവുമുള്ള വ്യക്തിത്വം എന്നൊക്കെയാണ്. എന്നാൽ ഒരു വിരോധാഭാസം എന്ന് പറയട്ടെ, ദൈവീക സമാധാനവും ജ്ഞാനവും തികവുമൊക്കെ ജീവിതത്തിൽ പ്രാപിച്ച ശലോമോൻ ജ്ഞാനത്തിലും ദൈവപ്രസാദത്തിലുമാണ് ജീവിതം തുടർന്നത് എങ്കിലും പിന്നാലെ ശലോമോൻ്റെ ജീവിതം അവസാനിക്കുന്നത് അജ്ഞാനത്തിലും അസ്വസ്ഥതയിലുമൊക്കെയാണ്. ശരി തെറ്റുകൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്, അതെല്ലാവരിലും സംഭവിക്കും. എന്നാൽ ഈ ശലോമോൻ്റെ ജീവിതത്തിൽ ഒരു വലിയ രാഷ്ട്രീയ കളി നടക്കുകയാണ്. ആ ചരിത്രം നമുക്കറിയാം. ദാവീദ് രാജാവ് പ്രായം ചെന്ന് മരണാസന്നനായി തീരുമ്പോൾ ഒരു പിൻഗാമിയെ തേടുകയാണ്. ദാവീദ് രാജാവിന് പിൻഗാമിയായി ഒരാളെ വേണം. 2 പേരാണ് മുന്നോട്ട് വരുന്നത്. ഒന്നാമത്തെ ആള് അദോനിയാവ് ആണ്. അദോനിയാവ് സ്വന്തമായി രാജാവായി വരാൻ ആഗ്രഹിക്കുന്ന ആളാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. സ്വന്തം മഹത്വത്തിനായി രാജാവാകാൻ ആഗ്രഹിക്കുന്ന അദോനിയാവ് രഥങ്ങളും കുതിരച്ചേകവരും മുമ്പായി ഓടുവാൻ സമ്പാദിക്കുകയും സൂത്രങ്ങളിലൂടെ രാജാവാകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അദോനിയാവ്. 2-ാമത്തെ ആൾ ശലോമോനാണ്. അമ്മ ബത്ശേബയും നാഥാൻ പ്രവാചകനും ചേർന്ന് ശലോമോൻ രാജാവായി വരണമെന്ന് ആഗ്രഹിക്കുകയും ചുവടുകൾ വയ്ക്കുകയും ചെയ്യുന്ന ചരിത്രം 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്. ഈ 2 പേരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? 2 പേരും ഒരുപോലെ രാഷ്ട്രീയം കളിച്ചവരാണ്. 2 പേരും രാജസ്ഥാനം ആഗ്രഹിച്ച ആളുകളാണ്. പക്ഷേ ശലോമോന്റെ പ്രത്യേകത, 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം: വിജയിച്ച ശേഷം ശലോമോൻ ദൈവത്തെ സ്നേഹിച്ചു. ഇസ്രായേലിൽ ശരിയായ ന്യായപാലനം ചെയ്യാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് നൽകണമേ എന്നതായിരുന്നു ശലോമോന്റെ പ്രാർത്ഥന. ദൈവ ശബ്ദം കേൾക്കാനുള്ള മനസ്സ്, ദൈവിക പദ്ധതിയിൽ പങ്കുചേരാനുള്ള വിവേകം ശലോമോന്റെ ഒരു വലിയ പ്രത്യേകതയായ ചരിത്രം അടയാളപ്പെടുത്തുകയാണ്. എന്താണ് വിവേകം? വിവേകം
ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. വിവേകമെന്നാൽ ശരിയായത് തിരഞ്ഞെടുക്കാനുള്ള പരിജ്ഞാനം, അതിൻ്റെ പേരാണ് വിവേകം. യഥാർത്ഥമായത് ശരിയായത് വിവേചിച്ചറിയാനുള്ള അറിവിൻ്റെ പേരാണ് വിവേകം. അങ്ങനെയെങ്കിൽ ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, മനസ്സിലാക്കാനുള്ള, കേൾക്കാനുള്ള ഹൃദയം, അനുസരിക്കാനും വേർതിരിച്ചറിയാനുമുള്ള ഹൃദയം ദൈവമേ നൽകണമേ. ഈ പ്രാർത്ഥന ദൈവത്തിന് വലിയ ഇഷ്ടമായി, ദൈവത്തിന് പ്രസാദമായി. അതുകൊണ്ട് വിവേകമുള്ളൊരു ഹൃദയം ചോദിച്ച ശലോമോന് 2 കാര്യങ്ങൾ ദൈവം മറുപടിയായി നൽകുകയാണ്. വൈസ് ആൻഡ് ഡിസേണിംഗ് ഹാർട്ട്. വിവേകവും വിവേചിച്ചറിയാനുള്ള കൃപയും ശലോമോന് നൽകുകയാണ്. വിവേകം ഗോഡ് ഗിവൺ എബിലിറ്റി, ദൈവം നൽകുന്നതാണ് വിവേകം. നമ്മുടെ കുഴപ്പിക്കുന്ന അനുഭവങ്ങളിൽ, പ്രതിസന്ധികളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് വിവേകം അതിൻ്റെ മാറ്റ് തെളിയിക്കുക. വിവേകവുമായി ബന്ധപ്പെട്ട് 3 ചെറിയ ചിന്തകൾ ചുരുക്കമായി പങ്കിടട്ടെ. ശലോമോൻ്റെ വാക്കുകളാണ് നമ്മെ അതിന് സഹായിക്കുന്നത്. എന്താണ് വിവേകം? എന്തല്ല വിവേകം? വിസ്ഡം. എത്രയോ നാളുകളായി ചിരപരിചിതമായ, സ്ഥിരമായി നാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് വിവേകം. ഇന്ന് പഴയ നിയമ പാഠമായി വായിച്ച രാജാക്കന്മാരുടെ പുസ്തകത്തിലും ലേഖന പാഠം ആയി വായിച്ച യോഹന്നാന്റെ ലേഖനത്തിലുമൊക്കെ വിവേകം എന്നൊരു വാക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ട്. എന്താണ് വിവേകം? നമ്പർ 1, വിവേകം അടിമത്വമല്ല, അവകാശമാണ്. വിസ്ഡം ഈസ് ദ സെൻസ് ഓഫ് റൈറ്റ്സ്, നോട്ട് സ്ലേവറി. വിവേകം അടിമത്വമല്ല, അവകാശമാണ്. സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായം 2-ാമത്തെ വാക്യം, നാണം കെട്ട മകന്റെ മേൽ ബുദ്ധിമാനായ ദാസൻ കർത്തൃത്വം നടത്തും, സഹോദരന്മാരുടെ ഇടയിൽ അവകാശം പ്രാപിക്കും. സദൃശ്യവാക്യം 17:2. 2 കഥാപാത്രങ്ങളാണ് ഈ വചനത്തിൽ ഉള്ളത്. 1 നാണം കെട്ട മകൻ, 2 ബുദ്ധിമാനായ ദാസൻ. ഇവർ തമ്മിലുള്ള വ്യത്യാസം നമുക്കെല്ലാവർക്കും അറിയാം. മക്കളാണ് കർത്തൃത്വം നടത്തേണ്ടത്. എന്നാൽ ഇവിടെ പറയുന്നു, ശലോമോൻ ഓർമ്മപ്പെടുത്തുന്നു, അത് ദാസന്മാർ ഏറ്റെടുക്കുകയാണ്. കർത്തൃത്വം നടത്തേണ്ട മക്കൾ അവരുടെ ജീവിതത്തിൻ്റെ പിഴവുകൾ കാരണം, ജീവിതത്തിൻ്റെ പിശകുകൾ കാരണം ദാസന്മാർ കർത്തൃത്വം ഏറ്റെടുക്കുകയാണ്. എവിടെയോ എന്തൊക്കെയോ പിഴവുകളുണ്ട് എന്ന് സാരം. മക്കൾ എന്ന അവകാശത്തിലേക്ക് പ്രവേശിക്കേണ്ട തലമുറയെ അടിമത്വത്തിൽ തളച്ചിടുന്ന ആവർത്തന കാഴ്ചകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. വിവേകമെന്നാൽ അടിമത്വമല്ല, അവകാശമാണ്. അവസരത്തിനൊത്ത് ഉയരാൻ കഴിയാത്ത അറിവുകൾ, വിഡ്ഢിവേഷം കെട്ടാൻ പഠിപ്പിക്കുന്ന അറിവുകൾ, ആലസ്യത്തിൻ്റെ മടിത്തൊട്ടിൽ മയങ്ങാൻ പഠിപ്പിക്കുന്ന അറിവുകൾ, ഇതെല്ലാം അടിമത്വമാണ്. ജീവിത ഗന്ധിയായ അറിവുകൾ നഷ്ടപ്പെടുമ്പോൾ തലമുറകളുടെ വ്യക്തിത്വ വികാസം തന്നെ തകിടം മറിയുകയാണ്. A+കൾ, ഗ്രേഡുകൾ, ട്രോഫികൾ, മത്സരബുദ്ധി, ഇതെല്ലാം ഒരുതരം അടിമത്വത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. സ്വന്തം അവകാശത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് കൈവരുന്നില്ലെങ്കിൽ ഈ വിദ്യാഭ്യാസത്തെ കൊണ്ട് എന്ത് പ്രയോജനം, എന്ത് ഫലം? നമുക്ക് ഓരോരുത്തർക്കും ദൈവമക്കളെന്ന നിലയിൽ ദൈവം നൽകിയിരിക്കുന്ന അവകാശത്തെക്കുറിച്ച് നമുക്കൊരു ബോധമില്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചാലും, അല്ലെ, വിദ്യാഭ്യാസമുണ്ടെങ്കിലും വിവരമില്ലെങ്കിൽ എന്ത് ഫലം? തലമുറകൾ ശക്തിപ്പെടണം എന്നത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്, ആകാംക്ഷയാണ്. നിർഭാഗ്യവശാൽ നാണം കെട്ട മകനെ പോലെ പ്രതീക്ഷയുടെ തുരുത്തുകളായി മാറേണ്ടവർ നാണക്കേടിൻ്റെ പര്യായമായി അധംപതിക്കുകയാണ്. അതിൻ്റെ നേർക്കാഴ്ചകൾ നമ്മുടെ നവമാധ്യമങ്ങളിലുണ്ട്. അമ്മ പെങ്ങന്മാരുടെ നഗ്നത നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നവർ, തെറ്റ് ചെയ്യാത്ത നിരപരാധികളെ സമൂഹമധ്യത്തിൽ വലിച്ചിഴയ്ക്കുന്നവർ, നെടുമങ്ങാടൊരു സഹോദരിയെ നമ്മുടെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും കെടുത്തിക്കളഞ്ഞ, വേദനിച്ച ഒരു നേർസാക്ഷ്യം നമ്മുടെ മധ്യയുണ്ട്. വിവേകശൂന്യതയുടെ സന്താനങ്ങൾ, ഗുണനിലവാരമുള്ളൊരു തലമുറയെ ഉറപ്പാക്കാൻ ശ്രദ്ധാപൂർവം നാം പ്രയത്നിക്കുമ്പോഴും വല്ലാതെ തലമുറ ഇങ്ങനെ വഴുതി വീഴുകയാണ്. ഭ്രാന്തമായ ആവേശം, തലതിരിഞ്ഞ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം കൊണ്ട് അടിമപ്പെടുന്ന തലമുറ നമ്മുടെയൊക്കെ തീരാ ദുഃഖമായി മാറുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം: വിവേകം വില കൊടുത്ത് വാങ്ങാൻ നമുക്ക് കഴിയില്ല. നാം സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന സമ്പത്തിനും ഒരുപാട് പരിമിതികളുണ്ട്. വിവേകം ദൈവത്താൽ വരുന്നു. വിവേകം ദൈവികമായ അനുഭവമാണ്. സ്വന്തം അവകാശങ്ങളുടെ ഗൗരവം, ലഭിച്ച അവകാശങ്ങളുടെ ഗൗരവം തിരിച്ചറിയാതെ കേവലം പാഴ്ക്കിനാവുകൾക്ക് പിന്നാലെ പരക്കം പായുന്നവർക്ക് ശക്തമായ താക്കീത് ശലോമോൻ നൽകുകയാണ്. ദൈവ മക്കളെന്ന നിലയിൽ നമുക്ക് ലഭിക്കേണ്ട ഓഹരിയും അവകാശവും നഷ്ടമാകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം വിവേകശൂന്യതയാണ്. അങ്ങനെയാണ് അവകാശി അടിമയായി മാറുന്നത്. കേവലം ചലിക്കുന്ന പാവകളായി തലമുറ മാറിയാൽ ഉള്ള അവകാശം കൂടി കവർന്നെടുക്കപ്പെടും എന്നാണ് വചനം നൽകുന്ന മുന്നറിയിപ്പ്. അധികാര കേന്ദ്രങ്ങളും ആധിപത്യ ഇടങ്ങളും സാമ്പത്തിക സ്വാധീന ശക്തികളും
നമ്മെയും നമ്മുടെ തലമുറയെയും പാപക്കൂത്തിനായി മരപ്പാവകളെ പോലെ ഒരുക്കാനുള്ള തിരക്കിലാണ്. ഈ പശ്ചാത്തലത്തിൽ നമുക്ക് ഉറക്കെ പറയാൻ കഴിയണം, നമ്മൾ അടിമകളല്ല, അവകാശികളാണ്. അവകാശം സംരക്ഷിക്കുവാൻ കരുത്തും ബോധ്യവുമുള്ള വിവേകമുള്ള ഒരു തലമുറയാകണം നമ്മുടെ സ്വപ്നവും ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയും. ദൈവമേ, സ്വയത്തെക്കുറിച്ച്, സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് അവബോധമുള്ളൊരു തലമുറയായി ഞങ്ങളുടെ തലമുറയെ അവിടുന്ന് അണിയിച്ചൊരുക്കണമേ. ദൈവമക്കൾ എന്ന അവകാശം നമ്മൾ അരക്കിട്ടുറപ്പിക്കുന്നില്ലെങ്കിൽ മറ്റാരുടെയോ കരങ്ങളിലെ കളിപ്പാവയായി, അടിമയായി അസ്തമിക്കാനാണ് വിധി. പാപക്കൂത്തുകൾ പൂർവാധികം ശക്തിയോടെ നമ്മുടെ പരിസരങ്ങളിൽ അരങ്ങേറുന്നുണ്ട്. തിരിച്ചറിയാനും തിരുത്താനും തയ്യാറാകണം. വിവേകമെന്നാൽ അടിമത്വമല്ല, അവകാശമാണ്. വിസ്ഡം ഈസ് ദ സെൻസ് ഓഫ് റൈറ്റ്സ്, നോട്ട് സ്ലേവറി. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യം, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. സീ വാട്ട് ലവ് ദ ഫാദർ ഹാസ് ഗിവൺ us that we should be called children of God. 2, വിവേകം എന്ന് പറഞ്ഞാൽ അത് മിഥ്യയല്ല, കേവലം മായയല്ല, അത് മിടുക്കാണ്. വിസ്ഡം ഈസ് ഫ്ലെയർ, നോട്ട് ഫാൻറ്റസി. ഒരു മിഥ്യാബോധമല്ല വിവേകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മായിക പ്രപഞ്ചത്തിലെ സഞ്ചാരമല്ല വിവേകം എന്ന് പറയുന്നത്. എന്താണ് മിഥ്യ? മിഥ്യ എന്ന് പറഞ്ഞാൽ തെറ്റായ ധാരണ, അസത്യം, ഇല്ലാത്തത് ഉണ്ടെന്ന് ധരിക്കൽ, യഥാർത്ഥമല്ലാത്തത് എന്നൊക്കെയാണ് അർത്ഥം മിഥ്യ. വാസ്തവത്തിൽ മായക്കാഴ്ചകളിൽ നിന്നുള്ള മോചനമാണ് സഭാപ്രസംഗിയുടെ ദൗത്യം. അതുകൊണ്ട് തന്നെ ദൈവ മനുഷ്യ ബന്ധം യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു എന്നതാണ് സഭാപ്രസംഗി അടിവരയിടുന്നത്. ദൈവ മനുഷ്യ ബന്ധം നിലനിൽക്കണമെങ്കിൽ അവിടെ കരുതലുണ്ട്, ശാസനയുണ്ട്, ശിക്ഷണമുണ്ട്. മായക്കാഴ്ചകളെ പ്രണയിക്കുന്നവരോട് സഭാപ്രസംഗിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ. ശലോമോൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഹാ മായ മായ, സകലതും മായത്രേ. സഭാപ്രസംഗി 1:2. അപ്പോൾ ദൈവസന്നിധിയിൽ വാചാലമാകേണ്ടത് നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ സമർപ്പണമാണ്. സ്നേഹിതരെ വഞ്ചിക്കാനുള്ള വിഷം വാക്കുകളിൽ ഒളിപ്പിച്ചു വെക്കുന്നവർ മിഥ്യാബോധത്തിൻ്റെ സൃഷ്ടിയാണ്. മായക്കാഴ്ചകളിൽ മനം മയങ്ങുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടി മിഥ്യയുടെ ലോകത്ത് സഞ്ചരിക്കുന്നവർ വാസ്തവത്തിൽ സത്യാന്വേഷണത്തിന് വിലങ്ങുതടിയാണ്, വെല്ലുവിളിയാണ്. മിടുക്കിൻ്റെ ലക്ഷണമായ ഹൃദയം, ആ ഹൃദയത്തിൻ്റെ സമർപ്പണത്തിലൂടെ മാത്രമേ നമ്മുടെ ഈ മായാലോകത്തെ നമുക്ക് പ്രതിരോധിക്കാനാകൂ. മിഥ്യയുടെ മറയല്ല, മിടുക്കിൻ്റെ ഘോഷമാണ് വിവേകം. വെല്ലുവിളികളും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കാനുള്ള സാമർഥ്യമാണ് നമുക്ക് വേണ്ടത്. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ ത്രാണിയില്ലാത്ത സ്വപ്നങ്ങളെ നമ്മൾ വിളിക്കുന്നത് ദിവാസ്വപ്നങ്ങൾ, പാഴ്ക്കിനാക്കൾ, രാക്കിനാക്കൾ എന്നൊക്കെയാണ്. നമ്മുടെ തലമുറയുടെ സ്വപ്നത്തിൽ ലഹരി വിതയ്ക്കുന്നവർ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഏറെ അകലെയാണ്. ദൈവസ്നേഹത്തിൻ്റെ ലഹരി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. സോഷ്യൽ മീഡിയ പടച്ചുവിടുന്ന മായക്കാഴ്ചകളാണ് ഈ കാലത്തിൻ്റെ ദുരിതം. നിറവും ഗുണവുമില്ലാത്ത അനുഭവങ്ങൾ കൊണ്ട് മിഥ്യാബോധത്തെ, മായിക ലോകത്തെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം, ആ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടാതെ അങ്ങെവിടെയോ അകലങ്ങളിൽ, ആരവങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ മിഥ്യയുടെ, മായയുടെ പിടിയിലാണ് എന്ന് സാരം. ഈ ശലോമോനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. എന്തുമാത്രം നന്മകളും നേട്ടങ്ങളും ജീവിതത്തിൽ കൊണ്ടു നടന്ന ആളാണ് അല്ലേ? സഭാപ്രസംഗി 1-ാം അധ്യായം 16, അധികം ജ്ഞാനം സമ്പാദിച്ചു. 2-ാം അധ്യായം 1-2 വാക്യം, അധികം സന്തോഷം ശലോമോനുണ്ടായി. 2-ാം അധ്യായം 3-ാമത്തെ വാക്യം, വീഞ്ഞുകൊണ്ട് സന്തോഷം, മദ്യത്തിൽ അഭിരമിച്ച ശലോമോൻ. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം, അരമനകൾ, വൻ കെട്ടിടങ്ങൾ പണിത ശലോമോൻ. 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, തോട്ടങ്ങൾ. 2-ാം അധ്യായം 8-ാമത്തെ വാക്യം, സമ്പത്ത് കൊണ്ട് നിറഞ്ഞ ശലോമോൻ. 2-ാം അധ്യായം 7-ാമത്തെ വാക്യം, ദാസസമ്പത്ത്. 2-ാം അധ്യായം 7-ാമത്തെ വാക്യം, മൃഗസമ്പത്ത്, ബഹുസമ്പത്ത്, സ്ത്രീ സമ്പത്ത്. 2-ാം അധ്യായം 8-ാമത്തെ വാക്യം, ലോക പ്രശസ്തി ആർജിച്ച ശലോമോൻ. 2-ാം അധ്യായം 8-ാമത്തെ വാക്യം, സംഗീതം, സാഹിത്യം, കവിതകളിൽ, സാഹിത്യ കൃതികൾ, ഗീതങ്ങൾ കൊണ്ട് ജീവിതത്തെ കരുപ്പിടിപ്പിച്ച ശലോമോൻ. സൈന്യബലം കൊണ്ട് എല്ലാം നേടി എന്ന് അവകാശപ്പെടുന്ന ശലോമോൻ വയസ്സാകുമ്പോൾ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ പറയുകയാണ്, ഹാ മായ മായ, ഇതിലൊന്നിലും അല്ല ജീവിതം. ഇന്നലകളിൽ കൊണ്ടു നടന്ന നേട്ടങ്ങളിലോ, ഇന്നലകളിൽ കൊണ്ടു നടന്ന സമ്പത്തിൻ്റെ വ്യത്യസ്ത സ്വാധീനങ്ങളിലോ ഒന്നും ഒരു സമാധാനവും സ്വസ്ഥതയും സംതൃപ്തിയുമില്ലാതെ ശലോമോൻ പറയുകയാണ്, ഇതെല്ലാം മായയാണ്. തമിഴ്നാട്ടിലെ യൂട്യൂബറാണ് AJ ഭൈരവ്. AJ ഭൈരവ് ഏതാണ്ട് 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് ന്യൂ ജനറേഷൻ്റെ രക്ഷകൻ എന്നാണ്, പുതിയ തലമുറയുടെ രക്ഷകൻ AJ ഭൈരവ്.
അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്ന റീൽസുകൾ ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തോന്നും വലിയ വിശുദ്ധനാണ്, നല്ല ആശയങ്ങൾ പറയുന്നതാണ്. പക്ഷേ പിന്നിൽ വിഷം തുപ്പുന്ന അനുഭവങ്ങൾ വേദപുസ്തക വാക്യമൊക്കെ ഇങ്ങനെ മനോഹരമായി എഴുതി കാണിക്കും. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന വിഷങ്ങൾ, വിഷലിപ്തമായ ആശയങ്ങൾ കൊണ്ട് ഒരു തലമുറയെ വഴിതെറ്റിക്കുവാൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഇന്നും സജീവമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടതൊരു മിഥ്യാലോകത്തല്ല, മിടുക്കിൻ്റെ, സാമർത്ഥ്യത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ ശരിയായ പരിജ്ഞാനത്തിൽ വളരാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അഡോളസൻസ് എന്നൊരു വെബ് സീരീസ് ഉണ്ട്, നെറ്റ്ഫ്ലിക്സിൽ നമുക്കത് കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിൻ്റെ നേർചിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഭവങ്ങളാണ്. ശരി തെറ്റുകളെക്കുറിച്ച് ശരിയായ ബോധ്യം ഉണ്ടാകുന്നതാണ് വിവേകം. വിവേകം, ഇറ്റ് ഈസ് എ സ്കിൽ ടു ലിവ് ലൈഫ് ബ്യൂട്ടിഫുൾ. ജീവിതത്തെ സുന്ദരമാക്കുന്നതെന്തോ അതാണ് വിവേകം. ജീവിതത്തിന് സൗന്ദര്യം നൽകുന്നതെന്തോ അതാണ് വിവേകം. ഒരു തടസ്സമായി നിൽക്കുന്നത് തലതിരിഞ്ഞ അഭിലാഷങ്ങളാണ്. എല്ലാം അറിഞ്ഞിട്ടും മനഃപൂർവ്വം തെറ്റ് തിരഞ്ഞെടുക്കുന്നവരുടെ അനുഭവം, ഇൻറ്റൻഷനലി എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ മനഃപൂർവ്വം തെറ്റ് തിരഞ്ഞെടുക്കുന്നവരെ നോക്കി ശലോമോൻ പറയുന്നു, ഹാ മായ മായ. ശലോമോൻ തൻ്റെ ജ്ഞാനത്തെ, ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ആയുധമാക്കി മാറ്റുകയാണ്. മിഥ്യാലോകം നമ്മെ രക്ഷിക്കുന്നില്ല. ഇവിടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന വിവേകം മിടുക്കോടെ നിൽക്കാൻ നമ്മെ സഹായിക്കും. മുരുകൻ കാട്ടാക്കട നെല്ലിക്ക എന്ന മനോഹരമായൊരു കവിത എഴുതുമ്പോൾ ചില വരികൾ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമെല്ലുണ്ണി. ദീപനാളം കണ്ടുപാറും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. വിവേകം മിഥ്യയല്ല. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള, ശരിയായി ഗ്രഹിച്ചറിയാനുള്ള വിവേകം തരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 3, അവസാനമായി, വിവേകം ഒരു ജാലവിദ്യയല്ല, ജാഗ്രതയാണ്. വിസ്ഡം ഈസ് അറ്റൻഷൻ, നോട്ട് ഇല്യൂഷൻ. വിവേകം ഒരു ജാലമല്ല, ജാഗ്രതയാണ്. എന്താണ് ജാലം? നമുക്ക് ആ വാക്കുകളൊക്കെ അറിയാം. ഇന്ദ്രജാലം, ജാലവിദ്യ, ചെപ്പിടിവിദ്യ, സൂത്രവിദ്യ, വഞ്ചനയും വലയുമുള്ള അനുഭവങ്ങൾ. അതിങ്ങനെ നിറഞ്ഞിരിക്കുന്നൊരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ജാഗ്രത ഉണ്ടാകണം, ഉണർവുണ്ടാകണം. മനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്കും കോളേജിലേക്കും നമ്മൾ പ്രാർത്ഥനയോടെ പറഞ്ഞു വിടുമ്പോൾ ഈ പ്രഭാതത്തിൽ പറഞ്ഞു വിട്ട അതേ സന്തോഷത്തിലും അതേ സമാധാനത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി വരുമോ എന്ന് ആശങ്കപ്പെടുത്തുന്നൊരു ലോകത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. എവിടെയും ചതിക്കുഴികളാണ്, എവിടെയും വഞ്ചനയുടെ കാപട്യത്തിൻ്റെ അനുഭവങ്ങൾ ഇങ്ങനെ വലയം ചെയ്തിരിക്കുമ്പോൾ വിവേകം എന്ന് പറയുന്നത് ഒരു ജാഗ്രതയാണ്. ശലോമോൻ ചെയ്ത എല്ലാ വലിയ കാര്യങ്ങളിലും വലിയ തിന്മകളുണ്ടായിരുന്നു. ചരിത്രത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേം ദേവാലയം പണിതത് ശലോമോനാണ്. പക്ഷേ ദേവാലയം പണിതെങ്കിലും അതിൻ്റെ ഉള്ളിൽ ചില ഗൂഢ ഉദ്ദേശങ്ങൾ, ദൈവത്തിന് വേണ്ടി ആലയം പണിതെങ്കിലും ഗൂഢമായ ചില ഉദ്ദേശങ്ങൾ കൊണ്ടു നടന്ന ആളാണ് ശലോമോൻ. ചില കാര്യങ്ങൾ മാത്രം പറയാം. ഒന്നാമത്തേത് ടാക്സ് സിസ്റ്റമാണ്. അമിതമായ നികുതി ആളുകളിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ള ഒരു കേന്ദ്രമായി ഈ ദേവാലയത്തെയും ദേവാലയ പരിസരത്തെയും ഒക്കെ ശലോമോൻ മാറ്റുകയാണ്. ഇസ്രായേൽ മക്കളുടെ മേൽ അമിതമായി നികുതി ചുമത്തി ആ നികുതി തിരിച്ചെടുക്കുന്നൊരിടമായി ആലയത്തെ അധപ്പതിപ്പിക്കുകയാണ്. ഫോഴ്സ്ഡ് ലേബർ, ഊഴിയ വേല, ദേവാലയം പണിയാൻ അടിമവേല ചെയ്യിപ്പിക്കുകയാണ്. ഇസ്രായേൽ ജനത്തിന് നന്മയും നീതിയും ന്യായപാലനവും ഒക്കെ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ശലോമോൻ അവരെ അടിമത്തത്തിലേക്ക്, ഊഴിയ വേലയിലേക്ക് തള്ളിയിടുകയാണ്. പിന്നെ മെഗാ പ്രോജക്ട്സ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം. ദേവാലയം പണിയാൻ 7 വർഷമേ എടുത്തുള്ളൂ. പക്ഷേ ശലോമോൻ്റെ അരമന പണിയാൻ 11 വർഷങ്ങളെടുത്തു. പള്ളി പണിയാൻ 7 വർഷവും സ്വന്തം അരമന പണിയാൻ, സ്വന്തം വീട് പണിയാൻ 11 വർഷങ്ങളും എടുത്തു. സാധാരണ ജനം പണം നൽകി, സാധാരണ ജനം വേർപ്പ് നൽകി, സാധാരണ ജനം നികുതി നൽകി ചോര നീരാക്കി നിർമ്മിച്ച കെട്ടിടങ്ങൾ. പക്ഷേ പേരാർക്കാണ്? ശലോമോനാണ്, ഉടമയ്ക്കാണ്. വേർപ്പൊഴുക്കിയതും ചോര ഒഴുക്കിയതും ഊഴിയവേല ചെയ്തതും എല്ലാം സാധാരണക്കാരാണ്, പാവപ്പെട്ട ജനങ്ങളാണ്. അറിയപ്പെടുന്നത് പണിയെടുക്കാത്ത ആളിൻ്റെ പേരിലുമാണ്. 700 ഭാര്യമാരുണ്ടായിരുന്നു,
300 വെപ്പാട്ടികൾ ശലോമോന്. ഒരുപാട് വിവാഹങ്ങൾ കഴിച്ച ആളാണ് ശലോമോൻ. ഈ ശലോമോന്റെ വിവാഹങ്ങളെക്കുറിച്ച് പഠിച്ചാൽ വാസ്തവത്തിൽ അത് ഒരു രാഷ്ട്രീയ ഗെയിമായിരുന്നു, പൊളിറ്റിക്കൽ ട്രാൻസാക്ഷൻ. എന്തിനാണ് ഇത്രയും വിവാഹങ്ങൾ കഴിച്ചത്? രാഷ്ട്രീയപരമായി ബന്ധുത്വം ഉണ്ടാക്കാൻ, ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമം ശലോമോൻ നടത്തി. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ എത്രയോ പ്രഗത്ഭന്മാരായ പല രാജാക്കന്മാരും അയൽ രാജ്യങ്ങളിൽ നിന്ന് ഭാര്യമാരെ എടുത്തിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഭാര്യമാരെ എടുക്കുന്നത് ആ രാജ്യവുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും ആ ബന്ധത്വം കുറെ കൂടി വളർത്താനും, ഇങ്ങനെ ചില ഗൂഢമായ ഉദ്ദേശങ്ങളിൽ 1000-ഓളം ആളുകളെ ജീവിതസഖിയായി ജീവിതത്തിൽ കൊണ്ടു നടന്ന ആളാണ് ശലോമോൻ. രാജ്യത്തിൻ്റെ അതിർത്തികൾ വലുതാക്കാൻ, തൻ്റെ പേരും പ്രശസ്തിയും ലോകത്തെമ്പാടും എത്തപ്പെടാൻ, എല്ലായിടത്തും അധികാരം സ്ഥാപിക്കാൻ ശലോമോൻ വിവാഹങ്ങൾ കഴിച്ചുകൂട്ടി. ദൈവമഹത്വമല്ല, സ്വയമഹത്വം, തലതിരിഞ്ഞ അഭിലാഷങ്ങൾ. തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ദൈവപ്രസാദം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുകയാണ്. റീൽ ആൻഡ് റിയൽ, 2 വാക്കുകളുടെ വ്യത്യാസം നമ്മൾ ഓർക്കണം. റിയൽ ലൈഫ് പലപ്പോഴും നമ്മെ വഴിതെറ്റിക്കും. എന്നാൽ റിയൽ ലൈഫ്, യഥാർത്ഥ ജീവിതം നമ്മെ ദൈവത്തോട് ചേർത്ത് നിർത്തും. വിവേകമുള്ളൊരു ഹൃദയം നൽകണമേ. ഇതാകട്ടെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, തലമുറയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 3 കാര്യങ്ങളാണ് ചുരുക്കമായി നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്. 1, വിവേകമെന്നാൽ അടിമത്വമല്ല, അവകാശമാണ്. ദൈവമക്കൾ എന്ന അവകാശം. ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ആരുടെയും ഔദാര്യമല്ല. അതുകൊണ്ട് ഉറക്കെ പറയാൻ കഴിയണം, ഞാൻ ദൈവത്തിൻ്റെ മകൻ, ഞാൻ ദൈവത്തിൻ്റെ മകൾ, ഞാനൊരു അടിമയല്ല. ആരുടെയെങ്കിലും പാവക്കൂത്തിന് വിട്ടുകൊടുക്കേണ്ട കേവലം പാവകളല്ല, ഞങ്ങൾ അവകാശികളാണ്. വിസ്ഡം ഈസ് സെൻസ് ഓഫ് റൈറ്റ്സ്, നോട്ട് സ്ലേവറി. 2, വിവേകം എന്ന് പറയുന്നത് മിഥ്യയല്ല, മായിക ലോകമല്ല, മിടുക്കാണ്, സാമർഥ്യമാണ്. ഈ മായാപ്രപഞ്ചത്തിൽ സൂക്ഷ്മതയോടെ, സാമർഥ്യത്തോടെ ജീവിക്കാനുള്ള വെളിയാണ് ദൈവം നൽകുന്ന വിവേകം. വിസ്ഡം ഈസ് ഫ്ലയർ, നോട്ട് ഫാൻറ്റസി. 3 പറഞ്ഞ് അവസാനിപ്പിച്ചത്, വിവേകം ജാലവിദ്യ അല്ല, വിവേകം ജാഗ്രതയാണ്. വിസ്ഡം ഈസ് അറ്റൻഷൻ, നോട്ട് ഇല്യൂഷൻ. അവകാശമായ വിവേകം, മിടുക്കിൻ്റെ വിവേകം, ജാഗ്രതയുടെ വിവേകം. അങ്ങനെ വിവേകത്തിൻ്റെ ആഴമായ അനുഭവങ്ങളിൽ ജീവിക്കാൻ സർവശക്തി നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.